സാമ്പത്തിക കുറ്റവാളികൾക്ക് മോദി സർക്കാർ കുടപിടിക്കുകയാണെന്ന വിമർശനം ശക്തമാണ്. ഈ വിമർശനം ഉയരാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇതാ വിജയ് മല്യയും നീരവ് മോദിയും അടക്കമുള്ള 15 സാമ്പത്തിക കുറ്റവാളികൾ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് നൽകാനുള്ളത് പലിശയടക്കം 58,000 കോടിയാണ്. ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയ്ക്ക് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇത്രയധികം തുക ലഭിക്കാനുണ്ടെന്ന് അറിയിച്ചത്. സാധാരണക്കാരൻ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ, എടുത്ത വായ്പ തിരിച്ചടക്കാൻ കഴിയാതെ ജീവനൊടുക്കുന്നവരുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ കോടികൾ തട്ടിയെടുത്ത് രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ തന്നെ അവതാളത്തിലാക്കി വമ്പന്മാർ രാജ്യം വിട്ട് സുഖജീവിതം നയിക്കുന്നത് കാണുമ്പോൾ എന്തു പറയണം. 15 സാമ്പത്തിക കുറ്റവാളികളിൽ നിന്നായി PNB, ബാങ്ക് ഓഫ് ബറോഡ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, UCO ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നിവ ഉൾപ്പെടെ 12 പൊതുമേഖലാ ബാങ്കുകൾക്കാണ് തുക ലഭിക്കാനുള്ളത്. സാമ്പത്തിക കുറ്റങ്ങൾ നടത്തി രാജ്യം വിട്ടവർ പലരും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ബന്ധുക്കളും സാമ്പത്തിക പങ്കാളികളുമാണെന്നത് ഇതിനകം ഈ നാട് തിരിച്ചറിഞ്ഞതാണ്. പലരും നാട് വിട്ടതാകട്ടെ കേന്ദ്ര സർക്കാരിന്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ്. ഏട്ടിലെ പശു പുല്ലു തിന്നുന്നില്ലെന്നത് പറയുന്നത് പോലെയാണ് സാമ്പത്തിക കുറ്റവാളികളുടെ കാര്യത്തിൽ നാളിതുവരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം. 2018 ഫുജിറ്റീവ് ഇക്കണോമിക്സ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം ഒക്ടോബർ 31 വരെ സാമ്പത്തിക കുറ്റവാളികളായി പ്രഖ്യാപിച്ചത് 15 പേരെയാണ്. ഇതിൽ 9 പേർ തട്ടിപ്പിനിരയാക്കിയത് പൊതുമേഖലാ ബാങ്കുകളെയാണ്. നിലവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം സാമ്പത്തിക കുറ്റവാളികൾ ബാങ്കുകൾക്ക് നൽകാനുള്ളത് 26,645 കോടി രൂപയാണ്. ഇതിന്റെ പലിശയാകട്ടെ 31,437 കോടി രൂപ. അങ്ങനെ ആകെ കിട്ടേണ്ട തുക 58,082 കോടി. ഇവയിൽ ഒക്ടോബർ 31 വരെ വീണ്ടെടുത്ത തുക 19,187 കോടി രൂപ. സാമ്പത്തിക കുറ്റവാളികളുടെ പട്ടികയിലുള്ള പ്രമുഖർ വിജയ് മല്യ, നീരവ് മോദി, നിതിൻ കെ സന്ദേശര, ചേതൻ ജെ സന്ദേശര, ദീപ്തി സി സന്ദേശര, സുദർശൻ വെങ്കിട്ടരാമൻ, രാമാനുജം ശേഷരത്നം, പുഷ്പേഷ് കുമാർ ബൈദ്, ഹിതേഷ് കുമാർ, നരേന്ദ്രഭായ് പട്ടേൽ എന്നിവരാണ്. ബാങ്കുകളിൽ നിന്നും കോടികൾ വായ്പെടുത്ത് നാടുവിട്ട മധ്യരാജാവ് വിജയ് മല്യയെ മുംബൈയിലെ കള്ളപ്പണം വെടിപ്പിക്കുന്ന തടയുന്നുള്ള പ്രത്യേക കോടതി കൊടും സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചത് 2019 ഈ നിയമം അനുസരിച്ച് സാമ്പത്തിക കുറ്റവാളിയെ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് വിജയ് മല്യ. സാമ്പത്തിക കുറ്റവാളികൾ ഇന്ത്യ വിട്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങൾ തടയുന്നതിന് 2018 ഏപ്രിലാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. 100 കോടിയിലധികം രൂപ തിരിമറി നടത്തിയ കേസുകളിലാണ് ഈ നിയമം പ്രയോഗിക്കുന്നത്. 900 കോടി രൂപയുടെ വായ്പ തിരിച്ചടക്കാനാകാതെ വിജയ് മല്യ ലണ്ടനിലേക്ക് കടക്കുകയായിരുന്നു. പിടികിട്ടാപ്പുള്ളികൾ സാമ്പത്തിക കുറ്റവാളി നിയമം, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം എന്നിവ പ്രകാരം ആസ്തി കണ്ടുകെട്ടുന്നതിനും കുറ്റവാളികളെ വിട്ടുകിട്ടുന്നതിനും പരമാവധി തുക തിരിച്ചു പിടിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ധനമന്ത്രാലയം പറയുന്നു. എന്നാൽ എല്ലാം ഫയലിൽ ഉറങ്ങുകയാണ്. മോദി സർക്കാർ ഇന്ത്യയെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കുകയാണ്. മോദി ഭരണത്തിന് കീഴിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും രാജ്യത്തിന് ഉയർച്ച ഉണ്ടായിട്ടില്ല. ഇവിടെ കോടീശ്വരന്മാരുടെ വായ്പയുടെ മറവിൽ ബാങ്ക് കൊള്ള നടക്കുകയാണ്. മോദിയുടെ മൗനം ഇക്കാര്യത്തിൽ അപകടകരമാണ്.